മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇപ്പൊ ഞങ്ങൾ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. ഗംഭീര ലൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നെ ഗിഡിലോസ്കി സാധനം ഒരു രക്ഷയില്ല. മലയാളം വായനയെ ചൊല്ലി തുടങ്ങിയ ചെറിയൊരു പ്രശ്നം, അത് വയലന്റ് ഭയങ്കര പ്രശ്നമായി. അതിനുശേഷം നമ്മുടെ അനീഷ് കോർണർ നല്ല കളിയാ കളിക്കുന്നത്. ആള് ഒറ്റപ്പെടാനുള്ള ശ്രമമാണ്. അതായത് അത് ഇന്നലെ മുതലേ കാണാനുണ്ടായിരുന്നു. ആള് അതായത് മത്സരാർത്ഥികൾ ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ ചെന്ന് കാണുമല്ലോ, അതുപോലെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒറ്റക്ക് എവിടെയെങ്കിലുമൊക്കെ മാറിയിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോരുത്തരെ പോയി ചൊറിഞ്ഞ് അവരൊക്കെ ആൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ആളുടെ ഗെയിം സ്ട്രാറ്റജി. ഇത് ക്ലീഷയാണ്, ഇതിനു മുൻപ് പലരും എടുത്ത സ്ട്രാറ്റജി തന്നെയാണ്. സെയിം പരിപാടി. പക്ഷേ ആളങ്ങനെ ഒറ്റപ്പെട്ട് പോണ്ട എന്നുള്ള രീതിയിൽ ഒരാള് പിറകെ കൂടിയുണ്ട്. എന്റെ മോനെ പൊളി രണ ഫാത്തിമ. പുലിയാണ്. പുലി എന്ന് പറഞ്ഞ പൂപ്പുലി. എന്താ രസം അറിയോ, പോറക നടന്നിട്ട് അതെ ആള് ചൊറിയാണ്. അതെടുത്ത് ഭയങ്കര രസമായിട്ടുണ്ട്. അതായത് രണ ഫാത്തിമ പറയുന്നത് നല്ല കൗണ്ടറുകളാ, നല്ല കിടിലൻ കൗണ്ടറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആളുടെ ഇത് കഴിഞ്ഞ അടുത്ത ഇതില് വന്നു കേട്ടോ. ആണല്ലേ? ഓക്കെ. അതായത് നല്ല ഒരുപാട് സമയം അത് അനീഷ് ചെയ്ത പണി ഇതാണ്. ആര്യൻ വായിക്കുന്ന സമയത്ത് ആര്യന് ശരിക്കും മലയാളം കൊണ്ട് വായിക്കാൻ കിട്ടിയില്ല. അതെ. അപ്പം ആ ഒരു സമയത്ത് വന്നിട്ട് ആളങ്ങോട്ട് ഇടപെട്ടിട്ട് പറഞ്ഞു മലയാളം എഴുതാനും വായിക്കാനും അറിയണം, അറിഞ്ഞേ പറ്റുള്ളൂ. അതൊരു 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതില്. അതെ, ഞാൻ ഞെട്ടിപ്പോയി. എല്ലാരും ഞെട്ടി, ഇതെന്ത് മത്സരാർത്ഥികൾ എല്ലാരും ഞെട്ടി. അപ്പോ അതിനുശേഷം ആള് ഇനി സംസാരിക്കൂല എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് മാറിപ്പോയി. അപ്പോ ആള് നടക്കുന്ന വഴിയെ രണ ഫാത്തിമ എന്ത് ചെയ്യുന്നു, പിറകെ നടക്കുന്നു. എന്നിട്ട് എന്താ ചേട്ടാ ഇതൊക്കെ മോശമല്ലേ ചേട്ടാ. കുറച്ച് കഴിഞ്ഞാൽ പറയണേ എന്റെ ചേട്ടാ ഇത് കുറച്ച് കഴിയുമ്പോ എല്ലാവർക്കും മടുക്കും അതായത് ചട്ടപ്പ് തോന്നുന്നു. മറ്റേ ഒരു പ്രത്യേക ഭാഷ രസമായിട്ടാണ്. അതായത് ആകെ ചടപ്പ് തോന്നും. പിന്നെ അത് മാത്രല്ല ആകെ അരമണിക്കൂർ ബിഗ് ബോസ് ഉള്ളൂ. ആ അരമണിക്കൂർ ഈ നടത്തം മാത്രം ഇട്ട് കഴിഞ്ഞാൽ എന്ത് കാണും ചേട്ടാ എങ്ങനെയാണ് ഈ ഒരു കണ്ടന്റ് മാത്രം വെച്ച് മുന്നോട്ട് പോവാ ചേട്ടാ. സൂപ്പറായിട്ട്. അതായത് ആ നടക്കുന്ന സമയത്ത് അതായത് അനീഷ് ഒരു വാചകം മിണ്ടുന്നില്ല. ആ സമയത്ത് അത്രയും നേരം നടന്ന് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പിന്നെ അതുമല്ല, മറ്റുള്ളവര് ഒരു കൂട്ടം അപ്പുറത്തിരിക്കും. അതെ അതെ അതെ. അവിടുന്ന് അവിടെ ടാസ്കിന്റെ അതായത് ബിഗ് ബോസിന്റെ നിയമങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്തും ഇവിടെ ഇപ്പുറത്ത് അനീഷിന് പ്രാധാന്യം കൂടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുറകെ തന്നെ അങ്ങനെ ഒറ്റപ്പെടാൻ വിടൂല മോനെ. എനിക്കിപ്പോ ഉണ്ടല്ലോ, ഇന്നലെ നമ്മളെ വീഡിയോയില് പറഞ്ഞായിരുന്നു അനീഷ മോനെ കോമണർ എന്താണെന്ന് കാണിച്ചു കൊടുക്കടാന്ന്. ഇപ്പൊ ശരിക്കും കാണിക്കുന്നുണ്ട്. എന്തായാലും അനീഷ് കണ്ടന്റ് തരുന്നുണ്ട്. ആള് ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നുണ്ട്, ശക്തമായിട്ടുള്ള രീതിയിൽ. അതായത് കാര്യമായിട്ടുള്ള രീതിയിലാണോ എന്നുള്ളതും അതടിക്കട്ടെ. പക്ഷെ ഒരാവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇടപെടലും വെറുപ്പിക്കലും ഉണ്ട്. അതെ, പക്ഷെ കണ്ടന്റ് വേറെ കാര്യം എന്താ അറിയോ, അത്രയും നേരം ആളവിടെ ഇല്ലായിരുന്നു. അതെ അതെ അതെ. ആള് ഫ്രെയിമിലേ ഇല്ലായിരുന്നു. മറ്റവരെല്ലാരും കൂടി ഇരുന്നിട്ട് ഇതിന്റെ നിയമങ്ങൾ വായിക്കൊക്കെ ആയിരുന്നു. ആ സമയത്ത് ആളങ്ങ് വന്നു ഒരു ഇഷ്യൂ അങ്ങ് ഉണ്ടാക്കി ആളങ്ങ് പോയി. എന്നിട്ട് ആള് അവിടെ ഒറ്റപ്പെട്ട അങ്ങനെ നിൽക്കുക. അതായത് ഈ ആളെ കാണാത്ത സമയമുണ്ടല്ലോ, ആ സമയത്ത് ആളുടെ വിചാരം തന്നെ മാത്രം ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നും തന്നെ മാത്രം അതായത് തന്നെ ഒറ്റപ്പെടുന്നത് വീഡിയോയിൽ വരുന്നുണ്ടെന്നുള്ള ചിന്തയിലായിരിക്കാം. ഒന്നാമത് ലൈവിന്റെ വേറെ പ്രശ്നമുണ്ട്. ഇവരെ സൂം ചെയ്ത് കാണിക്കുന്നോ ഇവരുടെ ഫേസിന്റെ എക്സ്പ്രഷൻ എന്താണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് വേറൊരു സത്യമായിട്ടുള്ള കാര്യം. ഒരു കൂട്ടം സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് മാറി സംസാരിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇവരെന്താ ശരിക്കും ഇവരുടെ ഫേസിൽ എന്താ എക്സ്പ്രഷൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇപ്പൊ നടന്ന ഈ രണ ഫാത്തിമയുടെ മികച്ച പരിപാടി അതിലൂടെ ശരിക്കും ഫാനാക്കി കളഞ്ഞു കേട്ടോ. പക്ഷേ അപ്പൊ അത് എനിക്ക് ഫീൽ ചെയ്തത് എന്താ അറിയോ, ബിഗ് ബോസ് സീസൺ 4 റിയാസ് അലിന്ന് റോബിനെ പിന്നാലെ നടന്ന് വെറുപ്പിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഇതില് വെറുപ്പിക്കലല്ല, അതായത് വെറുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് അനീഷിനെ. അനീഷ് മിണ്ടുന്നില്ല, പക്ഷെ പിറകെ നടന്നു എങ്ങോട്ട് പോകുന്നോ
ഒരു വഴി വിടുന്നില്ല. അതായത് ചക്കരക്ക് ചുറ്റും ഈച്ച ആർക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ രേണാ ഫാത്തിമ വട്ടിട്ട് കൂടിയിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ചില സാധനങ്ങളൊക്കെ ചോദിക്കുന്നത്, എന്താ ചേട്ടാ വേണോ, വെള്ളം വേണോ ചേട്ടാ, കുക്ക് ചെയ്യാൻ പോണോ ചേട്ടാ, ചേട്ടാ സംസാരിക്കാൻ പറ്റുന്നില്ലേ, സംസാരിക്കാൻ കഴിവില്ലാതെ സാധനം വന്നപ്പോ എനിക്ക് എന്താ തോന്നിയത്, ബ്ലസ്സിന് വണ്ടി ചോദിച്ചില്ലേ വെള്ളം വേണോ, വെള്ളം വേണോ, ഞാൻ ബിഗ് ബോസിനോട് പറയണോ. അതായത് ചോദിക്കുന്നത് സംസാരിക്കാൻ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ ചേട്ടാ, ചേട്ടാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ബിഗ് ബോസിനെ അറിയിക്കാം ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിറകെ കൂടിയിട്ട് അതാണ് പരിപാടി. അതായത് ഇതാണ് അറിഞ്ഞ് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞത്. അതായത് ആള് ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നു, അതിലൂടെ കോമണർ എന്നുള്ള പവർ ആൾറെഡി ഉണ്ടല്ലോ, അത് വെച്ച് ആള് കുറച്ച് മുകളിലേക്ക് പോകുമെന്നുള്ള തോന്നൽ വെച്ചിട്ട് രേണാ ഫാത്തിമ അതിനെ വിടുന്നില്ല. ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് മറ്റേ അഭിശ്രീ ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങളും കോമണേഴ്സ് ആണ്, എനിക്കിത് കുറച്ച് പാട്ട് പാടാൻ അറിയാവുന്നേ ഉള്ളൂ. കാരണം എല്ലാവർക്കും അറിയാം, ബാക്കി അവരെ ഉള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം ഇയാള് ചെയ്യാൻ പോണത് ഈ പഴയ പരിപാടി തന്നെയാണ്, അതായത് ഒറ്റപ്പെടൽ എന്നുള്ള പരിപാടി. അതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതായത് ഈ അനീഷിന്റെ ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് വ്യക്തമായി, അതും ഒരു ദിവസം തികഞ്ഞിട്ടില്ല, അതിനു മുൻപ് തന്നെ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് പോലും മനസ്സിലായി. അതായത് കോമണർ എന്നുള്ള അഹങ്കാരം തനിക്കുണ്ട് എന്നുള്ളതും, അത് വന്ന് കയറിയപ്പോ ഇവർക്ക് അതായത് തനിക്കല്ല അനീഷിനുണ്ട് എന്നുള്ളതും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഗെയിം അതിന്റെ ഉള്ളിലിരിക്കുമ്പോ കണ്ടസ്റ്റൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചില പിടികിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ അതെ. ഇത് ഒറ്റ വഴിക്കാണ്, ഒരു ദിവസം തികഞ്ഞിട്ടില്ല, അതിന് മുന്നേ ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പിടുത്തം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. എന്തായാലും അതങ്ങനെ വിടും തോന്നുന്നില്ല ഇപ്രാവശ്യം, അങ്ങനത്തെ കളി അല്ല. ആരൊക്കെ വിട്ടാലും നമ്മളെ മുത്തുമണി വിടൂല, മനസ്സിലായി. ആള് വെറുതെ കേട്ടോ, ഒരു എല്ല് കൂടുതലാണെന്നുള്ള പോലെ ഒരു വാല് കൂടുതലായിട്ടാ വന്നിട്ടുള്ളത്. ആള് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഫസ്റ്റ്, തന്റെ ഇടത്തിന്റെ വാലാണത്. എന്തായാലും പൊളിച്ചു, ശരിക്കും ഞെട്ടിച്ചു. ലൈവ് നല്ല അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറികളൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഈ അഭിശ്രീക്ക് ദേഷ്യം വന്നിട്ട് അനീഷിനെതിരെ ആദ്യം പ്രതികരിച്ചത് ശരിക്കും അഭിശ്രീയാണ്. അതെ അതെ അതെ, പൊട്ടിത്തെറി. അഭിശ്രീ ശരിക്കും വയലന്റ് ആയി. ഞാൻ വിചാരിച്ചു അനീഷ് ഭിത്തിയെ കയറിയാണ്, അജാതി വയലന്റ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ കിട്ടുമെന്നും തീരുമാനമായി എന്നുള്ള രീതി. അല്ല, വായിക്കാൻ കുറച്ച് സ്ലോ ആയി എന്നുള്ളത് കൊണ്ട് വായിക്കാൻ അറിയില്ല എന്നുള്ള അർത്ഥമല്ലല്ലോ. അതെ, ഇനിയിപ്പോ വായിക്കാൻ അറിഞ്ഞിട്ടില്ല എന്താ. ഇനിയിപ്പോ അങ്ങനത്തെ ഒരു നിയമം ഇതുവരെ അങ്ങനെ ഒരു ബിഗ് ബോസിന്റെ സീസണിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ പൊളിക്കും. ഇപ്പൊ മറ്റേ എന്താ ഹിന്ദിക്കാരി വന്നിട്ടുണ്ടല്ലോ, അവരെങ്ങനെ മലയാളം എഴുതും വായിക്കുകയും ചെയ്യൂ. അതെ, അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ. അതിപ്പോ മാറി. അതെ, അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇത് പറയുമ്പോ ഇയാളെ എല്ലാരും കൂടി ഇയാളെ അറ്റാക്ക് ചെയ്യും, അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഒറ്റപ്പെടും എന്നുള്ള സാധനമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാവും. സിമ്പിൾ ആയിട്ട് നല്ല ഊക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവില്. പക്ഷെ എന്തായാലും ഞങ്ങളുടെ മനം കവർന്നത് രേണാ ഫാത്തിമ. അതായത് ഈ ഒരു ഇൻസിഡന്റില് രേണാ ഫാത്തിമ പൊളി, ആള് ഗംഭീരായിരിക്കും. എനിക്ക് തോന്നുന്നു ആളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാം. മിക്കവാറും ഫാൻസ് ആക്കി കളയും. അതെ, അങ്ങനത്തെ പെർഫോമൻസ് ആണ് തോന്നുന്നു. എന്തായാലും ബാക്കി കണ്ടിട്ട് അതായത് കുറച്ച് ഇതിൽ കാണിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അപ്പത്തേക്കും ഇത് കഴിഞ്ഞു. അതായത് ഇതിങ്ങനെ പെട്ടെന്ന് നടന്നു പോകുന്നുണ്ടേ. അതായത് കഴിഞ്ഞ സീസണിലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോവാത്തൊരവസ്ഥയായിരുന്നു. ഇത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇല്ലല്ല, കാര്യങ്ങൾ മാറി. അപ്പൊ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ വീഡിയോ ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ വരാം അടുത്ത വീഡിയോ ഇട്ടും ഉടൻ.